സിനിമയൊക്കെ പണ്ടത്തെ പോലെ അല്ലപ്പാ. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകരുടെ സംവിധായകനും റൈറ്ററൊക്കെ കൂടി എനിക്കറിയില്ല കേട്ടോ, കേട്ടിട്ടുള്ളതാണ്. അവർ മാത്രം ഇരുന്ന് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ആക്ടർ പോയി അഭിനയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് അങ്ങനെയല്ല, നമ്മളൊക്കെ 24 hours അതിനകത്ത് തന്നെയാണ്. അത് എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണേ, എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും. അപ്പം അങ്ങനെ അതിനെ സംവിധായകർ ചിലപ്പം ഈ ആക്ടർ ഒരുപാട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു തരം ഈഗോ അല്ലേ. അതിൽ ഇടപെടുന്നത് സിനിമ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ ഈ ഡയറക്ടർ എടുത്ത് നിന്നിട്ട് സാർ ഇങ്ങനെ മതി അല്ലെ മറ്റേ ആൾ വെച്ച് അതല്ലല്ലോ ചേട്ടാ, നമുക്കിത് ഇങ്ങനെ ചെയ്താലോ. ഞാൻ ഏത് പുതിയൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. ഒരാളുടെ ഈഗോനെ ഞാൻ ഹേർട്ട് ചെയ്യാറില്ല. മാത്രമല്ല, നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. നമുക്ക് ഇത് ഇന്ന ചെയ്യാം, നമുക്കിങ്ങനെ ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ പറയും ഇല്ല ഏട്ടാ അത് വർക്കൗട്ട് ആവില്ല, എന്നാൽ പിന്നെ അത് വേണ്ട, ഓക്കെ. അങ്ങനെയാണ്, അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ. കറക്റ്റ്. അല്ലാതെ ഒരു കൂട്ടായ്മ. പിന്നെ ഇതിനകത്ത് സീനിയോറിറ്റി അങ്ങനെയൊന്നും ഇല്ല ജയന്തി. സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഏത് സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അങ്ങനെ സമീപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്കറിയാമെന്നല്ല, എന്ന് ഭാവം വരുന്ന അന്ന് ഞാൻ ഫീൽഡ് ഔട്ട് ആകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്. അന്ന് എൻ്റെ കഷ്ടകാലം തുടങ്ങും. എക്സ്പീരിയൻസുകൾ ചിലവരുടെ വില്ലന്മാരായി കടന്നു വരും. ഞാൻ 10-15 വർഷമായി ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവനെ അങ്ങനെ പറയും. ഒരു 15 വർഷം ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. എന്നെ പഠിപ്പിക്കേണ്ട ആ ഒരു അശ്രദ്ധ മതി, ആ ഒരു അഹങ്കാരം മതി, ഒരു സെക്കൻഡിൻ്റെ കാര്യം മതി തലകുത്തി താഴെ വീഴാൻ എന്ന് പറഞ്ഞ പോലെയാണ് അത്.